check the mic and make sure it sound right, boys. ഓക്കെ, അങ്ങനെ ജയ്ത്തൂണി എന്നൊക്കെ കഴിച്ചിട്ട് തുവേക്ക് മൗണ്ടൻസിലോട്ട് പോവാം. ഏകദേശം 109 കിലോമീറ്റേഴ്സ് 1 hour 8 minutes എന്നൊക്കെയാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. അതിനെക്കാട്ടിലും കൂടുതൽ എടുക്കുമായിരിക്കും. അപ്പം 100 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമായിരിക്കും. അപ്പോൾ ബേസിക്കലി പോകുന്നത് സൺസെറ്റ് കാണാൻ എഡ്ജ് ഓഫ് ദ വേൾഡിൽ പോകാനാണ് ഇരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ റേറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് പ്ലാൻസൊക്കെ മാറ്റുന്നത്. പോകുന്ന വഴിക്കെല്ലാം വലിയ ഹൈ 4 ലൈൻ റോഡുകളാണ്. അപ്പോൾ ഈ 4 ലൈൻ റോഡിലൊക്കെ എല്ലാം ഇഷ്ടംപോലെ പ്രൊജക്ട്സ് ഇവിടെ സൗദിയിൽ വരുന്നുണ്ട്. എനിക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായ് പൊട്ടിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പല പല വലിയ വലിയ മിക്സ്ഡ് യൂസ് ഡെവലപ്മെൻറ്റ്സ്, പിന്നെ പല പ്രൊജക്ട്സ് ഉണ്ട്. മുമ്പിൽ ഒരു ഫോർട്ട് പോലെ കാണുന്നുണ്ട്. സൗദി ഈസ് റിയലി ബൂമിങ്. ബേസിക്കലി ഇപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്നും അല്ലായിരിക്കും ഒരു വർഷം കഴിയുമ്പോൾ കാണുന്നത്. ബിക്കോസ് സെയിം തിങ് ദുബായിൽ സംഭവിച്ച്, ഞാൻ നേരത്തെ ദുബായ് വീഡിയോ പറഞ്ഞ പോലെ ഒരു 5 വർഷത്തെ ഗ്യാപ്പിൽ പല പല വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ചെറിയ ചെക്ക് പോയിന്റ് ആണ് ഈ കാണുന്നത്. അതുപോലത്തെ ചെക്ക് പോയിന്റുകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഓരോ ചെക്കിംഗ് പർപ്പസ് അത്രേ ഉള്ളൂ. ഈ തുവേക്ക് മൗണ്ടൻസ് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇവിടെ സൗദി അറേബ്യയിൽ ആരോടും ചോദിച്ചാലും അവർ പറയും തുവേക്ക് മൗണ്ടൻസ് പൊളിയാണെന്ന്. ഇത് എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഒരു സൈറ്റ് സീയിങ് ഏരിയ ആണ്. നമുക്ക് എഡ്ജ് ഓഫ് ദ വേൾഡിൽ പോകുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന മൗണ്ടൻസ് കണ്ടോ, അതിൻ്റെ മേൽഭാഗത്തൊക്കെ പോകും. ഈ മൗണ്ടൻ ഏരിയാസിൽ പോലും ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഓരോരോ ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ ഏരിയ. സൗദിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഗൈസ്. ആ സ്ഥലം എല്ലാം ഇവർ ഓക്യുപ്പൈ ചെയ്ത് ദർ ഇസ് ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്സ് കമ്മിങ് അപ്പ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഹാറ്റ്സ് ഓഫ്, അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ സൗദി വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ. എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ തുവേക്ക് മൗണ്ടൻസ് വളരെ ഡ്രാമാറ്റിക് വ്യൂ ആണ് നമുക്ക് തരുന്നത്. സത്യം പറഞ്ഞാൽ 2 സൈഡിലും നല്ല ഡെസേർട്ട് പാത്താണ് ഗൈസ്. ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയത്തില്ല 2 വശത്തും. അവിടെ നമ്മൾ നോക്കിയാൽ ഇടയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇടയ്ക്ക് നമുക്ക് കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണാം, ഫാംസ് കാണാം, പിന്നെ കുറേ കറുത്ത ഒട്ടകവും വെളുത്ത ഒട്ടകത്തിനൊക്കെ കാണാം. നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, ബഹ്റിനിൽ നിന്ന് റിയാദിലോട്ട് വന്നപ്പോൾ സെയിം വ്യൂ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ, ബഹ്റിനിൽ നിന്ന് റിയാദിലോട്ട് വന്നപ്പോൾ എല്ലാം പ്ലെയിൻ ഡെസേർട്ടാണ്. പക്ഷേ ഇവിടെ ഫുൾ മൗണ്ടൻസ് ആണ് ഗൈസ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. കണ്ടോ ആ മണ്ണിൻ്റെ കളർ കണ്ടോ, നല്ല ലൈറ്റ് ബ്രൗൺ കളർ. ഏകദേശം എത്താറായി, ഇനി 6 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ പോകുന്ന വഴിക്കായിരുന്നു തുവേക്ക് മൗണ്ടൻസ്. അപ്പോൾ ഇവിടെ നിന്നാലാണ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സമയം 5:08. സൺസെറ്റ് വരാറായെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കൂടുതലും സിമെൻറ്റ് ഫാക്ടറികളാണ് ഈ ഏരിയയിൽ. എന്തായാലും നല്ല നീറ്റ് റോഡാണ്. നല്ല ചൂടാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ലുല്ലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് ഫ്രൂട്ട് പ്ലാറ്റർ കഴിക്കാം. ആദ്യമേ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിച്ചു നോക്കാം. എന്തായാലും നല്ല ദാഹമുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുന്നത് നല്ലതാ. ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടി വണ്ടി അവിടെ ഒന്ന് ഹോൾട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു സൈഡിൽ, എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഇവിടെ വന്നു. എന്തായാലും വളരെ ക്വൈറ്റാണ് ഗൈസ്. ഗൈസ്, ഈ കാഴ്ച കണ്ടോ, അപാര കാഴ്ചയാണ്. എന്തൊരു താഴ്ചയാണ് നോക്കി. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നുപോലും എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളാരും പോകുന്നൊന്നുമില്ല. എന്നാലും ബ്യൂട്ടിഫുൾ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഈ കാഴ്ച കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടുന്ന് കാണുമ്പോൾ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ ചൂടത്ത് തന്നെ ഇത് കാണാൻ അപാരം തന്നെ. ഇത് മെയിൻ റോഡിൻ്റെ ഒരു എഡ്ജാണ് ഗൈസ്, ഈ ഒരു സൈഡ്. നമുക്ക് ഇവിടുന്ന് നോക്കാം. ബ്യൂട്ടിഫുൾ. Really beautiful and so quiet. We are at the edge of the world.
ആ കാണുന്നത് ക്വിക്ക് സാൻഡ് ആകാം, വെള്ളമാണെന്ന് തോന്നുന്നില്ല, ഒരു ചെള്ള പോലെ ഇരിക്കുന്നു. ശരി, ചെള്ളയെ വരുന്നു ഗൈസ്. ഹേ, ഈ വരവ് ഇങ്ങനല്ല ഞാൻ എടുത്തത്. എന്തായാലും ഒരു ചെറിയ റീൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് കണ്ടാലോ? ടുവേക് മൗണ്ടൻസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഗൈസ്. അങ്ങോട്ടുണ്ട്, പക്ഷെ നമുക്ക് ജസ്റ്റ് സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന, പക്ഷെ ഞങ്ങൾ സൺസെറ്റിന് ഇച്ചിരി നേരത്തെ വന്നു. ഇറ്റ്സ് സോ ക്വയറ്റ് ഹിയർ ഗൈസ്, വളരെ ക്വയറ്റാണ്. ഒരു കട പോലും ഇല്ല, റസാക്കിൻ്റെ കോൾഡ് സ്റ്റോർ പോലും ഇല്ല. അങ്ങോട്ട് ഇനിയും വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾ അധികം റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് അറിയാത്ത സ്ഥലമല്ലേ. പക്ഷെ പറ്റും കേട്ടോ, ഇവിടെ വേണമെങ്കിൽ ക്യാമ്പിങ്ങിനൊക്കെ നല്ല സ്ഥലമാണ്. പക്ഷെ ഇവിടെ ക്യാമ്പിങ് ഉണ്ടോ എന്ന് അറിയത്തില്ല, ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടുള്ള സ്ഥലമാണ്. മരുഭൂമിയിലെ സൗന്ദര്യം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെറിയ റൈഡിന് പോവാം. ദേ ഈ ഒരു കാഴ്ച കണ്ടോ ഗൈസ്? ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു പോകുന്ന മുമ്പ് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന്. ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ബഗി റൈഡ്സ് ഉണ്ട്, ക്യാമൽ റൈഡ്സ് ഉണ്ട്, പിന്നെ ഗ്ലൈഡറും കാണാം. എന്ത് ചെയ്യുക, എവിടെ കണ്ടുണ്ടായിരുന്നോ? അതേ പറഞ്ഞു വരുന്നു. അപ്പോൾ ഇതൊക്കെ ലീഗലാണോ എന്ന് അറിയത്തില്ല. നേരത്തെ ബഹ്റിനിൽ നമ്മുടെ ട്രീ ഓഫ് ലൈഫിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്ലൈഡറൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ ബഗി റൈഡ്സൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ട്. എന്തായാലും വൈകുന്നേരമായി, എന്തായാലും വിശക്കാറുമായി. ഇനിയും തിരിച്ചൊരു 100ഓളം കിലോമീറ്റർ പോകാനുണ്ട്. അതുകൊണ്ട് നല്ല ട്രാഫിക് ജാമും കാണുന്നുണ്ട്. അതേ നിങ്ങൾക്ക് കാണാമല്ലോ മുമ്പിൽ. അതുകൊണ്ട് നേരെ നമുക്ക് സ്ഥലം വിടാം, വിശക്കുന്നേ. ബഹ്റിനിൽ ഇനി ഇത് കാണുമോ ഇല്ലയോ എന്നറിയത്തില്ല. സബ്വേ ഒരു സമയത്ത് നല്ല സാൻഡ്വിച്ച് കഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഇത് അറിയാതിൽ ഞാൻ മിസ് ചെയ്തില്ല. അറിയില്ലേ, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. കുഴപ്പമില്ല, ഫജിറ്റ. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.